നോക്ക്. ഇനി അവരെ ആഗോള നേതാവ് മൗലാന അബുൽ ലൈസി ഇസ്ലാഹി ജമാഅത്തെ ഇസ്ലാമിയുടെ ആഗോള നേതാക്കന്മാരിൽ ഒരാളാണ്. ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം മാർഗം IPH പ്രസിദ്ധീകരണം. ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം മാർഗം പേജ് 56. എന്താ പറയണത്? ഖുർആനിനെയും സുന്നത്തിനെയും നോക്കൂ, ഖുർആനിനെയും സുന്നത്തിനെയും ഞങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കുമുള്ള സാക്ഷാൽ അവലംബമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഖുർആനിനെയും സുന്നത്തിനെയും ഞങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കുമുള്ള സാക്ഷാൽ അവലംബമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ അറിവും ബുദ്ധിയും അനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവ രണ്ടിൽ നിന്നും തന്നെയാണ് ഞങ്ങൾ കരസ്ഥമാക്കുന്നത്. മനസ്സിലായില്ല? ഇതന്നെ ചേകനൂരിയത്ത് എന്ന് പറയണത്. ഒറിജിനൽ ചേകനൂരിയത്തിന്റെ അസല് പതിപ്പാണ് ഇതൊക്കെ. നിങ്ങൾ വളരെ ചിന്തിക്കുക. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഖുർആനിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടത്, അതും ഞങ്ങൾ ഹദീസിനെയോ തഫ്സീറിനെയോ ഡിപ്പെൻഡ് ചെയ്യല്ല, തഫ്സീറിനെ ആശ്രയിക്കുകയല്ല. പിന്നെന്താ? ഞങ്ങളുടെ അറിവും ബുദ്ധിയും അനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. തന്നെയാണല്ലോ ആര് ചെയ്തത്? ചേകനൂര് ഹുവ തന്നെയാണത്. വളരെ ചിന്തിക്കണം. അതിലൊക്കെ ആരെങ്കിലും കേറിപ്പോയാൽ അവന്റെ കഥ കഴിഞ്ഞു. ഹാദിഹി സുബുലുൻ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്വാനുൻ യദ്ഉ ഇലൈഹി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കാലത്ത് ഇത് വേണ്ടാത്ത സാധനാണെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞപ്പോ ചില രാഷ്ട്രീയക്കാർക്ക് തോന്നി അത്ര പറയണ്ട. ഇപ്പൊ അവരും കുടുങ്ങി, എല്ലാം കുടുങ്ങി തന്നെ. ഒരു കാലത്ത് ആലിമീങ്ങൾ പറഞ്ഞു ഇത് ചെരിഞ്ഞ ദീനാണ്, അത് വേണ്ട. ബഹുമാനപ്പെട്ട വന്യരായ ശംസുൽ ഉലമ അടക്കം റഹിമഹുല്ലാഹ് അടക്കം വിശദീകരിച്ചു പറഞ്ഞു. അന്ന് ചില ആളുകൾക്ക് തോന്നി അവരെ പോലത്തെ ഈ ആലിമീങ്ങളെ കെട്ടും അവരെ ഈ തോളിലുള്ള ഈ മുണ്ടും അതൊന്നും നമ്മളെ വേദിക്ക് പോരാത്തത് കൊണ്ട് ലേറ്റസ്റ്റ് പത്രപ്രവർത്തകന്മാരും ലേറ്റസ്റ്റ് സാഹിത്യകാരന്മാരും ഇടക്കൊടക്ക് ഇംഗ്ലീഷ് പറയുന്നവരുമായ ആ കൗമിനെ ഒഴിവാക്കാൻ പറ്റൂല. അവരാണ് ഉദ്ധാരണയുടെ ജനവിഭാഗം, അവരാണ് പുരോഗതിയുടെ ജനവിഭാഗം എന്നൊക്കെ കരുതിയിട്ട് തോള് തൂക്കി കൊണ്ട് നടന്നിട്ട് പത്രം തുടങ്ങാൻ പത്രമാധ്യമങ്ങളിലൂടെ സഹായിച്ചു കൊടുത്ത ആ ആളുകൾ തന്നെ ഇപ്പൊ കുടുങ്ങി. എന്തുകൊണ്ട്? കുടുങ്ങിയോനെ പേറിയോനൊക്കെ കുടുങ്ങും. അതാണ് അർത്ഥം. ഇതൊക്കെ കുടുങ്ങും തന്നെ. അത് ഇവിടെ ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല. അത് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും, ചെറുത് നേരം വൈകി മനസ്സിലാവും. ഇപ്പോഴും മനസ്സിലാകാത്ത ചില സാധനങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സതുബ്ദീലകുമുൽ അയ്യാം ഇനി മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു രീതി ഉണ്ട്. അവിടെ ആര് മാറിയാലും അവരെ കഥ കഴിഞ്ഞു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് ഏതോ ഒരുത്തൻ എഴുതിയതല്ലോ, എന്നിട്ട് അവരെ പേരിലേക്ക് ചാർജ് ഷീറ്റ് കൊടുത്തതല്ലോ. ഇത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടത്, ഈ പാളയം ഇവിടെ ഉണ്ടത്. ഇത് തമാശയാണോ നിങ്ങൾക്ക്? ഇത് തമാശ. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ഉമ്മത്തിലെ നിപുണന്മാരായ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഇൽമ്, പരിശുദ്ധ ദീൻ ഖുർആന്റെ ഇൽമ് വളരെ ഗഹനമായി പഠിച്ച വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ച തഫാസീറിനെ പറ്റിയാണ്. അത് അസാതിറുൽ അവ്വലീനെ പോലെയാണ്, കെട്ടുകഥകളാണ്. ആ പുരാതന ഗ്രന്ഥശേഖരങ്ങളെ അവലംബിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കരുത് എന്നീ കൗമ പറയുന്നു. ഇത് തമാശയാണോ? ഇതാരോ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ അറിയില്ല, പത്രാധിപർക്കിതിൽ ബന്ധമില്ല എന്ന് വലക്കമുക്കി എഴുതിയപ്പോൾ കാര്യം നടക്കില്ല. ഇത് പത്രാധിപന്മാർ തന്നെ എഴുതിയതാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന നേതൃത്വം എഴുതിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ ആരെങ്കിലും എന്തിനേക്കിലെങ്കിലും ഒന്നും കൊണ്ടുപോകണമെന്ന ഉദ്ദേശം ബഹുമാനപ്പെട്ട സമസ്തക്കില്ല, ബഹുമാനപ്പെട്ട സുന്നത്തി ില്ല. ഇവിടുന്ന് ആരെങ്കിലും മാറിപ്പോയാൽ അവന്റെ കഥ പോക്കാണ്. വഹാദിഹി സുബുലുൻ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്വാനുൻ യദ്ഉ ഇലൈഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോക്ക് പൗരാണികരെ പറ്റി പഴയ കാലത്തെ ജനങ്ങൾ ഞങ്ങൾ തൗഹീദും ദീനും മുൻഗാമികളിലൂടെ അല്ല മനസ്സിലാക്കുക. ഞങ്ങളത് എങ്ങനെ മനസ്സിലാക്കും? ഒറ്റക്ക് മനസ്സിലാക്കുമെന്നാണ് ആര് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി. തന്നെ വഹാബിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. തന്നെ വഹാബി പറഞ്ഞിട്ടുണ്ട്. നല്ലോണം ചിന്തിക്കുക.
ഞങ്ങൾ ഖുർആനും ദീനും തൗഹീദും മനസ്സിലാക്കുക, പാരമ്പര്യം മനസ്സിലാക്കലല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇബാദത്തും തൗഹീദും ഖുർആനും പാരമ്പര്യ രൂപേണയല്ല, പിന്നെയോ ഞങ്ങളുടെ അറിവും ബുദ്ധിയും അനുസരിച്ച്. ഇനി നിങ്ങൾ നോക്ക്, സൂറത്ത് ബഖറ 133 ആയത്ത്. ഒരു നബി, ആ നബിക്ക് മരണമാസന്നമായാരേ നബിമാരടങ്ങുന്ന മക്കളെ വിളിച്ചു ചോദിച്ചു. നോക്ക് നോക്ക്, നീ ചിന്തിക്ക്. أم كنتم شهداء إذ حضر يعقوب الموت إذ قال ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. അൽ-ബഖറ 133. നോക്ക് നോക്ക് നോക്ക്, എന്താ ഇവിടെ പറഞ്ഞത്? ഞാൻ കൊണ്ടുവരുന്നത് പൈതൃകമാണ് തൗഹീദ്, പൈതൃകമാണ് ദീന്, പൗതൃകമാണ് ഇബാദത്ത്. നോക്ക്, ഇവര് പറഞ്ഞത് ഞങ്ങളുടെ ഇബാദത്തും ദീനും ഖുർആനും ഒക്കെ പൗരാണികതയുടെ അടിസ്ഥാനത്തിലല്ല, ഞങ്ങളുടെ ബുദ്ധിയുടെയും അറിവിന്റെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചകന് മരണമാസന്നമായാരെ, ഏതാണ് പ്രവാചകൻ? സയ്യിദുനാ യഅഖൂബ്. അം കുന്തും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല, ഉറങ്ങുന്നുണ്ടോ? ഇദ് ഖാല ലിബനീ, മക്കളെ വിളിച്ച് ചോദിച്ചു, മാ തഅബ്ദൂന മിൻ ബഅദി, എനിക്കു ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? എനിക്കു ശേഷം എങ്ങനെ നിങ്ങൾ ആരാധിക്കും? ആരെ ആരാധിക്കും? നോക്കൂ നോക്കൂ നോക്കൂ, ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചിട്ടുണ്ട്. മക്കള് ഞാൻ മരിച്ചു പോയാൽ മക്കള് പരിശുദ്ധമായ തൗഹീദിൽ നിന്ന് തെറ്റുമെന്ന പേടിയല്ല സയ്യിദുനാ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നത്. അവരെ കൈഫിയത്ത് ചോദിച്ചതാണ്, അല്ലാതെ അവർ ശിർക്കിൽ പോകുമെന്ന പേടി ലം യഖഫ്, പേടിച്ചിട്ടേ അല്ല. അവര് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, അവര് ബിംബങ്ങൾക്ക് ആരാധിക്കുമെന്ന പേടി ബഹുമാനപ്പെട്ട യാക്കൂബ് നബിക്ക് ഇല്ല. പിന്നെ നിങ്ങളുടെ ഇബാദത്ത് ഏത് കൈഫിയത്തിലാകും, എങ്ങനെയാകും നിങ്ങൾ ഇബാദത്തിനെ നോക്കി കാണുക എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യാഖൂബ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ആ മുൻഗാമികളായ ഞങ്ങളെ ബാപ്പമാർ ഏത് നിലക്കാണ് ഇബാദത്ത് ചെയ്തത്, ഏതു നിലക്കാണ് ഇബാദത്തിനെ നോക്കിക്കണ്ടത്, ആ വിധത്തിൽ മാത്രമേ ഞങ്ങളും ചെയ്യൂ എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ മക്കൾ, ഞങ്ങളുടെ അറിവോ ബുദ്ധിയോ അല്ല, ഞങ്ങളുടെ ബാപ്പമാർ. മനസ്സിലായില്ല? നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ. നോക്കൂ നിങ്ങൾ, യാക്കൂബ് നബിയുടെ പരമ്പരയിൽ ആരില്ല? ഇസ്മാഈലില്ല. പിന്നെ ആരാളത്? ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം. പറഞ്ഞുണ്ടോ നിങ്ങൾ? മനസ്സിലാണ്ട് നിങ്ങൾക്ക്? എന്നാൽ ആ കൂട്ടത്തിൽ ആരെ പറഞ്ഞു? ഇസ്മായിൽ നബിയെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇസ്ഹാഖ് നബിയുടെ മുന്നിലാണ് ആരെ പറഞ്ഞത്? എന്റെ പൈതൃകവും പാരമ്പര്യവുമായി എനിക്ക് ലഭിച്ച ആ പൈതൃകത്തെയാണ് ഞാൻ അവലംബിക്കുന്നത്. ഇബ്രാഹിം വ ഇസ്ഹാഖ വ യാഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹ്. ഞങ്ങൾ ആരും ഈ പാരമ്പര്യത്തിൽ അല്ലാഹുവിനെ ശിർക്ക് ചെയ്തവർ അല്ല. പ്രത്യേകിച്ച് എന്റെ മുൻഗാമികൾ വളരെ ഉന്നതന്മാരാണ്. ആ ഉന്നതന്മാരൊരിക്കലും ശിർക്കിന് കൂട്ടുനിൽക്കുകയില്ല. മുൻഗാമികൾ അബദ്ധത്തിൽ ചെന്നു ചാടി പിൻഗാമികളായ നമ്മളാണ് ബോധമുള്ളവർ എന്ന ഒരു വീക്ഷണമാണ്. ആ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിദ്അത്ത് കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുൻഗാമികൾക്ക് അബദ്ധം സംഭവിച്ചു പോയി, മുൻഗാമികൾ അബദ്ധധാരികളായിരുന്നു എന്നുള്ള വാദഗതിയുടെ ബേസിലാണ് സത്യത്തിൽ ബിദ്അത്തിനെ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ്
പറഞ്ഞു. അവരാരും ചെയ്യില്ല, ശിർക്ക് ചെയ്തവരായിരുന്നില്ല. എന്തുകൊണ്ട്? അവർ എന്നെക്കാൾ അള്ളാഹുവിലേക്ക് റാഗിബീങ്ങളായിരുന്നു. ആ ജനസമൂഹം ഒരിക്കലും ശിർക്കിന് കൂട്ടുവെക്കുകയില്ല. ആ ജനസമൂഹം ഏതൊരു മാർഗം കാണിച്ചോ ആ ബാപ്പമാരെ മാർഗത്തിൽ തന്നെ പോരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂറത്ത് യൂസുഫ് 38. അപ്പൊ പിന്നെ ഒരു ചോദ്യമുണ്ട്, അതൊക്കെ മുൻഗാമികളോട് കൽപ്പിച്ചതല്ലേ? നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥയും പറഞ്ഞത് ബാപ്പാന്റെ മില്ലത്ത്, ബാപ്പാന്റെ പൈതൃകം, ബാപ്പാന്റെ തൗഹീദ് ഇങ്ങനെ തന്നെയാ. വജാഹിദൂ ഫില്ലാഹി ഹഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത എങ്ങനെ മില്ലത അബീകും ഇബ്രാഹിം. സൂറത്തുൽ ഹജ്ജ് 78-ാമത്തെ വചനം അല്ലാഹു പറയും. വജാഹിദൂ ഫില്ലാഹി ഹഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത ഇബ്രാഹിം എന്നല്ല, മില്ലത ഇബ്രാഹിം എന്ന് പറയാലോ. ഇബ്രാഹിം നബിന്റെ മാർഗത്തിന് അങ്ങനെയല്ല പറഞ്ഞത്, പൈതൃകമായി ലഭിച്ച മാർഗം മില്ലത അബീകും ഇബ്രാഹിം. പൈതൃക മാർഗത്തിൽ സമരം ചെയ്യുകയാണ്. ആ പൈതൃകത്തെ ആരൊക്കെ വലിച്ചെറിഞ്ഞോ അവരൊക്കെ സത്യത്തിൽ മതത്തിനെതിരെ സമരം ചെയ്യുകയാണ്. മതത്തിൽ നിന്നുള്ള സമരമല്ല അത്. മതത്തിലുള്ള സമരം പൈതൃകമായി ലഭിച്ച സമരമാണ്. അല്ലെങ്കിൽ മില്ലത്ത ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മില്ലത്ത ഇബ്രാഹിം എന്നല്ല, മില്ലത്ത അബീകും ഇബ്രാഹിം എന്ന് പറയുന്നു. സൂറത്തുൽ ഹജ്ജ് 78-ാമത്തെ വചനം അല്ലാഹു പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇത് തന്നെയാണല്ലോ സത്യത്തിൽ അൽ ബഖറ 13-ാമത്തെ ആയത്ത്. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ് സുഫഹാ. എന്താ അല്ലാഹു പറഞ്ഞത്? അവരോട് ശ്രദ്ധിക്കണേ, അല്ലാഹു അവരോട് കൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് പറയപ്പെട്ടാൽ, മറ്റുള്ളവർ പറഞ്ഞാൽ, അവരോട് കൽപ്പിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ എന്ത്? ആമിനു, നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെ? കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിച്ചതുപോലെ. നിങ്ങൾക്ക് മുമ്പ് ഈ വിശ്വാസത്തിൽ കടന്ന ബലിഷ്ഠമായ സമൂഹം ആരോ അവർ ചെയ്തതുപോലെ നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇതിന്റെ സബബുൻ നുസൂൽ മുനാഫിഖുകളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഒരായത്തിന്റെ സബബുൻ നുസൂൽ ഒരു കാര്യത്തിലാവുക എന്ന് പറഞ്ഞാൽ അവരിൽ മാത്രം ഒതുങ്ങാന്നല്ല അതിന്റെ അർത്ഥം. തത്തുല്യമായ വിഷയങ്ങളും വീക്ഷണങ്ങളും ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ വരും. ഈ ഭൂമിയിൽ എന്ന് വന്നാൽ നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ജനതയും ഈ ആയത്തിന്റെ പരിധിയിൽ വരും. വൈദാ ഖീല ലഹും, നിങ്ങൾ ജനങ്ങളെ വിശ്വസിക്കേണ്ടത് കമാ ആമനന്നാസ്, നമുക്ക് മുമ്പ് കടന്നുപോയ അന്നാസ്. മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് മുമ്പ് കടന്നുപോയ അന്നാസ് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ ഖാലു, അവര് പറയും അനുഅ്മിനു കമാ മുൻഗാമികൾക്ക് നമ്മളത്ര വിവരമില്ല, മുൻഗാമികൾക്ക് ലക്ഷക്കണക്കായ ഹദീസിന്റെ CD അറിയില്ല. അങ്ങനെയൊക്കെയാണ്. നമുക്ക് മുൻഗാമികളെ പോലെയല്ല. മുൻഗാമികൾക്ക് ലക്ഷക്കണക്കായ ഹദീസിന്റെ CD പോയിട്ട് ഒരു ഹദീസ് പോലും CD പോലും അവര് കണ്ടിട്ടില്ല. നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലാ കാര്യവും. ഒരൊറ്റ ആയത്തിന് 100 ചില്ലാനം തഫ്സീറുകൾ ഇരുന്ന് നോക്കാൻ കഴിയും. ഒരൊറ്റ CD അങ്ങോട്ട് കേട്ടിട്ടാൽ ഒരൊറ്റ CD-യിൽ 70,000 ഹദീസാണ്, അടുത്ത CD-യിൽ പിന്നെയും 70,000 ഹദീസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഹദീസിന്റെ CD-യും നമ്മളെ കയ്യിലുണ്ട്. അവരെ കയ്യിൽ ഹദീസിന്റെ CD ഇല്ല. അപ്പൊ അവര് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയാൽ ആരാണ്? സുഫഹ ആണ്. അപ്പൊ അവരെ ആശ്രയിക്കണ്ട. നമ്മൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ അറിവും അനുസരിച്ച് നേടാം എന്ന്. ഇതന്നെ ഒരായത്തിന്റെ സബബുൻ നുസൂൽ മുനാഫിഖ്നാന്ന് പറഞ്ഞാല് ആ മുനാഫിഖിന് ആ വാതിലടക്കണ ആയത്തെന്നല്ല അതിന്റെ അർത്ഥം. തത്തുല്യമായ നിഫാഖ് എല്ലാ കാലത്തും ഉണ്ടാവും. വിദഅത്തും ഒരു തരം നിഫാഖാണല്ലോ. ഞങ്ങൾ ഖുർആനെയും ഹദീസിനെയും സ്നേഹിക്കുന്നു എന്ന് പറയാ, എന്നിട്ട് പരമാവധി അതിനെ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊരു തരം നിഫാഖ. ആ നിഫാഖിൽ നിന്നാണ് ബിദ്അത്ത് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം തന്നെ. എന്താ ഈ ആയത്തിന്റെ പാഠം? ഒരു പിൻഗാമിയോട് കൽപ്പിച്ചിരിക്കുന്നത് അവന്റെ മുൻഗാമി ഏതു വീക്ഷണത്തിൽ ദീൻ മനസ്സിലാക്കിയോ ആ തത്തുല്യമായ വീക്ഷണത്തിൽ ആ മുൻഗാമിക്കും അതിന്റെ മുമ്പുള്ള മുൻഗാമിയോട് ബന്ധമുണ്ടാകണം. അങ്ങനെ ആ ബന്ധത്തിലും ആ സാഹചര്യത്തിലും നിലവാരത്തിലും നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയപ്പെട്ടാൽ ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹ.
സൂറത്തുൽ ബഖറ 113 വെറും 13. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇനി വേറൊരു ആയത്ത് ഞാൻ പറയാം. മുൻഗാമികളുമായി ബന്ധപ്പെട്ടത് ദീനിന് വളരെ വലിയ കാര്യമാണ്. അത് മുൻഗാമികളുടെ കേവലം ഉലൂമ മാത്രമല്ല, മുൻഗാമികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ദീൻ, മുൻഗാമികൾ ഉപയോഗിച്ച വസ്തുക്കൾക്ക് വരെ ദീൻ വളരെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നോക്കൂ, അൽ ബഖറയുടെ 248 ആയത്ത് നോക്ക്. ഒരിക്കൽ മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഒരു തർക്കമുണ്ടായി. ജോർദാനിലെ മുസ്ലിമീങ്ങൾക്ക് ഒരിക്കൽ തർക്കമുണ്ടായി. എന്താ തർക്കം ഉണ്ടായത്? താലൂത്തിനെ നേതാവാക്കുവാൻ പറ്റുമോ അല്ലേ എന്നുള്ള കാര്യത്തിൽ. താലൂത്ത് അവരെ പോലെ യോഗ്യതയുള്ളവരായിരുന്നില്ല. പ്രത്യക്ഷത്തിൽ ഒരാട്ടിടയനായിരുന്നു. യുദ്ധത്തിന് പോകേണ്ടി വന്നപ്പോൾ അവരിൽ പലരും പറഞ്ഞു, അന്നാ യകൂനുൽ മുൽക്കു അലൈനാ വലം യൂത സഅതം മിനൽ മാലി. ആ മനുഷ്യന് ധനമില്ലല്ലോ, പണക്കാർക്ക് മാത്രമേ അധികാരം കൈയാളാൻ പറ്റൂ എന്ന ഒരു മൂഢവിശ്വാസം എല്ലാ കാലത്തും മനുഷ്യർ പുലർത്തിപ്പോന്നിട്ടുണ്ട് എന്നും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ബുദ്ധിയുള്ളവർക്ക് അങ്ങനെയും മനസ്സിലാക്കാം. അങ്ങനെ അവിടെ മനസ്സിലാക്കാണ്ട് എന്നുണ്ട് ആ വിശ്വാസം. അതൊരു തരം ക്യാപിറ്റലിസം എന്നും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കോലത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപേണ വന്നിട്ടുണ്ട്. അവരെന്നെ ജോർദാനിൽ BC 1000-ലും 1100-ന്റെയും 1000-ന്റെയും മധ്യേ ആണ് പ്രധാനമായി ചരിത്രപ്രകാരം ഈ സംഭവം നടന്നിട്ടുള്ളത്. അന്ന് സയ്യിദുനാ ദാവൂദിന് നുബുവത്ത് ലഭിച്ചിട്ടില്ല അലൈഹിസ്സലാത്തു വസ്സലാം. ആ കാലത്തെ സംഭവം. യുദ്ധത്തിന് ജോർദാനികളെ മലമടക്കുകളിൽ താമസിച്ചിരുന്ന ഗിരിവർഗ നേതൃത്വ നേതാവായ ജാലൂത്ത് ബൈബിളിൽ അയാളെ ഗോളിയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മണ്ണിന്റെ വക്കൽവാദിയായിരുന്നു അയാൾ. എനിക്ക് ഈ ബോംബെയിലെ ബൽതാക്കറ വായിക്കുമ്പോൾ ഇയാളെ ഓർമ്മ വരാറുണ്ട്. ഒരു മണ്ണിന്റെ വക്കൽവാദിയാണ് ഇയാൾ. ബോംബെയിലെ ബൽതാക്കർ മണ്ണിന്റെ മക്കൾവാദിയാണ്. ശിവസേന മണ്ണിന്റെ മക്കൾവാദമാണ്. ജാലൂത്ത് മണ്ണിന്റെ മക്കൾവാദിയാണ്. ജോർദാനികൾക്ക് എന്നായിരുന്നു അയാളുടെ വാദം. അടിസ്ഥാനപരമായി ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളൊന്നും ജോർദാനികളായിരുന്നില്ല. അവരൊക്കെ ഈജിപ്ഷ്യരായിരുന്നു. അതുകൊണ്ട് ഈജിപ്തിലേക്ക് അവരെ ആട്ടിവിടണമെന്ന ശ്രമമാണ് ജാലൂത്ത് നടത്തിയത്. അങ്ങനെ ജാലൂത്തിനെതിരെ തിരിച്ച് മുസ്ലിം സമുദായത്തിൽ അയാൾ കൊള്ള ചെയ്ത മുതൽ തിരിച്ചെടുക്കാൻ വേണ്ടി ശംബീൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പടയെ പറഞ്ഞയച്ചു. ആ പടയുടെ നേതാവായി നിശ്ചയിച്ചു ബഹുമാനപ്പെട്ട താലൂത്ത് എന്നവരെ. നബിയാണെന്നും അല്ല എന്നൊക്കെ തർക്കമുണ്ട്. പ്രധാന അഭിപ്രായം വലിയും മിൻ ഔലിയാ ഇല്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചു. അങ്ങനെ പോയി നേതൃത്വത്തിൽ യുദ്ധത്തിന് പോകാൻ വേണ്ടി നേതൃത്വം നിശ്ചയിച്ചപ്പോൾ അവര് പറഞ്ഞു, എങ്ങനെ അദ്ദേഹത്തിന് നേതാവാകാൻ പറ്റും? അദ്ദേഹത്തിന് ധനല്ലല്ലോ. ഉടനെ ബഹുമാനപ്പെട്ട ശംബീൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളെ തർക്കം തീർക്കണം. എന്താ പരിഹാരം? പിൻഗാമിയുടെ തർക്കം തീർക്കേണ്ടത് മുൻഗാമിയാണ്. തിരിഞ്ഞില്ല. പിൻഗാമിയുടെ തർക്കം തീർക്കേണ്ടത് മുൻഗാമിയാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അഥവാ പിൻഗാമി മുൻഗാമിയിലേക്ക് മടങ്ങണം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്ന ആയത മുൽകി അയ്യതിയകുമുത് താബൂത്ത് ഫീഹി സകീനതും മിർ റബ്ബികും വബഖിയതും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂന തഹ്മിലുഹുൽ മലായിക. സൂറത്തുൽ ബഖറ 248. അല്ലാഹു പറയും, ഇന്നായത മുൽക്കിഹി, അദ്ദേഹം നിങ്ങൾക്ക് രാജാവാകും എന്നതിനുള്ള തെളിവ് നിങ്ങൾക്കൊരു പെട്ടി എത്തിച്ചേരും. ഫീഹി, ആ പെട്ടിയിൽ ഉണ്ടാകും എന്ത്? സകീനതും മിർ റബ്ബികും, റബ്ബിന്റെ പ്രത്യേകമായ ഒരു ശാന്തതയുണ്ടാകും. മാത്രമല്ല, ശാന്തത എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആർത്ഥികമായ ഒരു കാര്യമാണത്. അതിനെ കാണാൻ കഴിയും. തിരിഞ്ഞില്ല. സക്കീനത്തിനെ കാണാൻ കഴിയും. എന്താ ഉറങ്ങുന്നത്? സക്കീനത്ത് കാണാൻ കഴിയുമോ? അതൊരാർത്ഥികമായ കാര്യമാണ്. ആ ആർത്ഥികതയുമായി ബന്ധപ്പെട്ട പദാർത്ഥം എന്താ? ഫീഹി സകീനതും മിർ റബ്ബികും വബഖിയതും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ. നമ്മുടെയും 200 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മൂസയെ ആശ്രയിക്കാം അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂനെ ആശ്രയിക്കാം അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ ആധാർ പഴയ
പഴയകാല നല്ല മനുഷ്യരുടെ ആധാറ് ഒരു പെട്ടിയിലാക്കി പേടകം വഹിച്ചുകൊണ്ട്, അതാണ് രാജാധികാരത്തിന്റെ തെളിവ്. അത് കൊണ്ടുവന്ന് ആരെ കയ്യിൽ ഏൽപ്പിക്കുമോ അവർ ഭരണാധികാരിയാകും. ഏൽപ്പിച്ചത് ആരുടെ കയ്യിലാണ്? സയ്യിദുന ബഹുമാനപ്പെട്ട ത്വാലൂത്ത് എന്നവർ. മനസ്സിലായത് നിങ്ങൾക്ക്? ഈ ആയത്തിനെ വിശദീകരിച്ച് ആധുനിക പണ്ഡിതന്മാരിൽ ഒരാളായ മുഹമ്മദ് അലി സാബൂനി തന്റെ സഫ്വത്തു തഫാസീർ 1-ാം വാല്യം തഹത ഹാദിഹിൽ ആയ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ഐ ഫിത്താബൂതി അസ്സുകൂനു വത്തുമഇനീനതു വൽ വഖാറു വഫീഹി ഐളൻ ബഖിയത്തും മിൻ ആസാരി ആലി മൂസ വ ആലി ഹാറൂൻ വഹിയ അസാ മൂസ. മനസ്സിലായില്ല? ആ പെട്ടിയിൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു? മൂസാ നബിയുടെ വടി, മൂസാ നബിയുടെ പഴയ കാലത്തെ വസ്ത്രം. നോക്ക്, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി, മൂസ നബിയുടെ പഴയ കാലത്തെ വസ്ത്രം. തൗറാത്തിന്റെ പഴയ പലകപ്പൊട്ടുകള്, പലക കഷ്ണങ്ങള്, തഹ്മിലുഹുൽ മലായിക, അതടക്കം ചെയ്ത പെട്ടിയാണ് അക്കാലത്തെ പിൻഗാമികൾക്ക് തർക്കം വന്നപ്പോൾ തർക്കത്തിന് പരിഹാരമായി അള്ളാഹു അയച്ചു കൊടുത്തത് എന്ന് അൽ ബഖറയുടെ 248. മനസ്സിലായപ്പോ നിങ്ങൾക്ക് വളരെ ചിന്തിക്കണം. അഥവാ പിൻഗാമികൾക്ക് തർക്കം വന്നാൽ തർക്കം പരിഹരിക്കേണ്ടതും എന്തിലൂടെയാണ്? ആസാറുൽ ഖുദമാ, മുൻഗാമികളുടെ മാർഗത്തിലൂടെയാണ്. എന്താണ് ആ പാഠമൊക്കെ? ഇതൊക്കെ തമാശയാണോ മുഅ്മിനീങ്ങളെ? എത്ര വലിയ പാഠമാണ് അവിടെയൊക്കെ പഠിപ്പിച്ചത്. ഒന്ന്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി, മൂസ നബിയുടെ വടി, വസ്ത്രങ്ങൾ, ഇതൊക്കെ ഇതന്നെയാണ്. അല്ലാതെ യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് നേതാവിന് പെട്ടി എത്തിച്ചു കൊടുത്തു എന്നെങ്ങാനും ഇന്ന് പത്രത്തിൽ വന്നാൽ അതോടുകൂടെ പ്രശ്നവും. ആ പെട്ടിയിൽ ഫൈറ്റർ ബോംബ് ഉണ്ടാവുന്ന വിചാരിക്കുക. അല്ല, യുദ്ധത്തിന് പോകുന്നവരുടെ പെട്ടിയിൽ എന്താ വേണ്ടത്? എന്താ നിങ്ങൾ ഉറങ്ങുന്നത്? യുദ്ധത്തിൽ പോകുന്നവരുടെ പെട്ടി, അവർക്ക് അനിവാര്യമായ പെട്ടിയിൽ എന്താ ഉണ്ടാവേണ്ടത്? യുദ്ധത്തിനാവണല്ലോ പോണത്. അപ്പൊ എന്താ വേണ്ടത്? എന്താ അവർക്ക് വേണ്ടത്? അസ്ലിഹത്തല്ലേ വേണ്ടത്? ഫൈറ്റർ ബോംബ് പോട്ടെ, യുദ്ധായുധമല്ലേ വേണ്ടത്? എന്നാൽ യുദ്ധായുധത്തെക്കാൾ വലിയ യുദ്ധായുധമാണ് എന്ത്? ആസാറുൽ ഖുദമാ, മുൻഗാമികളുടെ അടയാളങ്ങൾ. അത് കയ്യിലുണ്ടായാൽ അതിനേക്കാൾ വലിയ ഒരു ആയുധം വേറെ ഇല്ല എന്ന് ഈ ആയത്ത് തെളിയിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഒന്ന്, മൂസ നബിയുടെ വടി. ശരി, നീ വടി മൂസ നബിക്ക് എവിടെ കിട്ടിയത്? അതും പൈതൃകമാണ്. ഒക്കെ പൈതൃക, പാരമ്പര്യം അല്ലാത്ത ഒരു കാര്യം ദീനിൽ ഇല്ല. അതിനെ തള്ളിയോ പോയിട്ടുണ്ട്. നോക്ക് എങ്ങനെ. സൂറത്ത് ത്വാഹ 17-18. എന്താ മൂസ നബി ഞങ്ങളെ കയ്യിലെന്ന് ചോദിച്ചു. ഇതിപ്പോ എന്റെ വടിയാണ്, ഇപ്പൊ എന്റെ വടിയാണ്. മുമ്പ് എന്റെ വടി, ഇപ്പൊ എന്റെ വടിയാണ്, ഇപ്പൊ എന്റെ വടിയാണ്. അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയതാ. ഇപ്പൊ എന്റെ വടിയാണ്, ഇപ്പൊ എന്റെ വടിയാണ്. അത്രയേ ഉള്ളൂ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് റൂഹുൽ ബയാൻ നോക്ക്. وكانت 12 ذراعا بذراعه موسى بذراعه عليه السلام. മൂസാ നബിയുടെ മുഴത്തിന് 12 മുഴ ഉണ്ടായിരുന്നു. എന്ത് ഉറങ്ങുന്നുണ്ടോ? ഈ വടി എത്ര ഉണ്ടായിരുന്നു? 12 മുഴ ഉണ്ടായിരുന്നു. മിൻ ഊദി ആസ് മിൻ ഷജറത്തിൽ മിൻ ഷജരിൽ ജന്ന, സ്വർഗത്തിലെ മരമായ ആസ് വൃക്ഷത്തിൽ നിന്നുള്ള വടിയാണ് ഈ വടി. ഇത് പൈതൃകമായി ലഭിച്ചതാണ് ആർക്ക്? സയ്യിദുന. ഈ വടി ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈവശം ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇത് ആദം നബിയുടെ കയ്യിലുണ്ടായിരുന്നു. മനസ്സിലായി? ആദം നബിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് പൈതൃകമായി കൈമാറ്റം ചെയ്യപ്പെട്ടു. ഒരിക്കൽ പൈതൃകമായി ലഭിച്ച ഈ വടിയെ ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലും പൈതൃകമായി മലക്കുകൾ എത്തിച്ചു കൊടുത്തതാണ്. മലക്കുകൾ വന്നിട്ട് ബഹുമാനപ്പെട്ട ശുഐബ് നബിയുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എന്ത്? ഈ വടി. ഇത് എവിടുന്ന് വന്നതാണ്? സ്വർഗത്തിലെ വൃക്ഷമായ
ആസ് വൃക്ഷത്തിന്റെ വടികളിൽപ്പെട്ട ഒരു വടിയാണ് ഈ വടി. അത് പൈതൃകമായി സയ്യിദുനാ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ വന്നു. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂത്ത മകളെ കെട്ടിയല്ലോ ആര്? സഫൂറ ബീവിയെ കെട്ടി. ആര്? മൂത്ത മകളെ പേരാണ് എന്ത്? സഫൂറ. സഫൂറയെ കല്യാണം കഴിച്ചു ആര്? സയ്യിദുനാ മൂസ. അപ്പോൾ പൈതൃകമായി. അപ്പൊ ഖാല ഹിയ അസ്വായ, ഹിയ അസ്വായ. പിന്നെന്തേ പറഞ്ഞത്? അന്ന് നുബുവത്ത് കിട്ടിയിട്ടില്ല. എന്നാലും ബന്ധിച്ച വടിയാ, പൈതൃകമായ വടിയാണ്. നുബുവത്തിന് തന്നെയും മുമ്പ് തന്നെയും അടയാളങ്ങൾ കാട്ടിയ വടിയാണിത്. എല്ലാ തഫ്സീറിലും കാണാം ഈ വടിക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ വടി നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ആട് മേക്കണ കാലത്ത് ഇത് പൈതൃകമായി ലഭിച്ച വടിയാ. ഈ വടി ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആട് മേക്കുന്ന കാലത്ത് മരുഭൂമിയിൽ കുത്തി നിർത്തും. രാത്രിയായാൽ ഇത് എന്തുപോലെ മെഴുകുതിരി പോലെ കത്തും. ഏത് വടി അങ്ങനെ പ്രകാശിക്കും, പരിസരത്ത് മുഴുവനും പ്രകാശിക്കും. വേട്ടമൃഗങ്ങൾ വരുമ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രത്യേക യുദ്ധായുധമായിരുന്നു ഈ വടി. ഈ വടിയോട് ഒറ്റക്ക് നേരിട്ടാൽ ആ വേട്ടമൃഗ കൂട്ടങ്ങൾ മുഴുവനും ഓടിപ്പോകും. അങ്ങനെയുള്ള പ്രത്യേകത നുബുവത്തിന് മുമ്പ് തന്നെ ഈ വടിയിലൂടെ ആര് കണ്ടിട്ടുണ്ട്? അതുകൊണ്ടാണല്ലോ അതവക്കഉ അലൈഹാ വഹുശു ബിഹാ അലാ ഗനമി എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞത്? വലിയ ഫീഹാ മആരിബു ഉഖ്റാ. വേറെയും ചില ആവശ്യമൊക്കെ ഉണ്ട്. അത് ഇന്നതാന്ന് പറഞ്ഞില്ല. എന്തിനും പറ്റുന്ന വടിയാണെന്ന് അർത്ഥം. മനസ്സിലായില്ല? എന്തിനു പറ്റണമെന്ന് ചോദിക്കണ്ട. അപ്പോഴത്തെ ആവശ്യം എന്താണോ, രാത്രി ആയാൽ ഇത് കത്തും, ശത്രുക്കൾ വന്നാൽ ഇത് യുദ്ധായുധമാകും. അതാണ് വലിയ ഫീഹാ മആരിബു ഉഖ്റാ. ആ വടിക്കാണ് അല്ലാഹു തആല പിന്നീട് ലോകത്തെ ഏറ്റവും വലിയ ഒരു അംഗീകാരം നൽകിയത്. നല്ലോണം മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഇതൊന്നും തമാശയല്ല. ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ ഇസ്മാഇലുൽ ഹഖ് അൽ ബറൂസവി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാൻ ഈ ആയത്തിന്റെ താഴെ ത്വാഹയുടെ 17-18 ആയത്തിന്റെ താഴെ നോക്കൂ നിങ്ങൾ. തന്നെ പൈതൃകമായി ലഭിച്ച വസ്തുക്കൾ, ആ വസ്തുക്കൾക്ക് വരെ പാരമ്പര്യമായി തൗഹീദിനെ സഹായിച്ച ജനവിഭാഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആസാറുകൾ നൽകി. ആ ആസാർ വരെ ലോകത്തെ സഹായിച്ചു എന്നാണ്. നോക്കൂ, ഞാൻ വേറൊരു ആയത്ത് പറഞ്ഞുതരാം, നീട്ടണില്ല. സൂറത്ത് യൂസുഫിന്റെ 93-ാമത്തെ ആയത്ത്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ വഅതൂനി ബിഅഹ്ലികും അജ്മഈൻ. സൂറത്ത് യൂസുഫ് 93. നോക്ക്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. സൂറത്ത് യൂസുഫ് 93. എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം ഈ കുപ്പായം കൊടുത്തിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ബിഖമീസി ഹാദാ. പണ്ടത് ഒരു നിലക്കത് മുമ്പ് വാപ്പാൻ്റെതാ, അങ്ങനെ അതിൻ്റെ മുമ്പ് വാപ്പാൻ്റെ അതിൻ്റെ മുമ്പ് വാപ്പാൻ്റെതാ. തൗഹീദിന്റെ പാരമ്പര്യ അടയാളമാണ് ഈ പറഞ്ഞത്. എന്റെ ഈ കുപ്പായം കൊണ്ട് ഇപ്പൊ എന്റെ കയ്യിലുള്ള ഉപ്പായ അപ്പന്റെ തന്നെ ഈ കുപ്പായം കൊണ്ട് പോകണം. ഈ കുപ്പായത്തെ നിങ്ങൾ ഇടണം അലാ വജ്ഹി അബീ യഅതി ബസീറാ. എന്നാൽ എന്റെ ബാപ്പാന്റെ മുഖത്ത് വെച്ചാൽ ബാപ്പാന്റെ കാഴ്ച തിരിച്ചു കിട്ടും. ഞാൻ പറയല്ല. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ലോക പ്രശസ്ത ഖുർആൻ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നു, വറവൽ വാഹിദി ബിഇസ്നാദിഹി അൻ അനസ് ഇബ്നു മാലിക് അൻ റസൂലില്ലാഹി അന്നഹു ഖാൽ അമ്മാ ഖൗലുഹു ഇദ്ഹബൂ ബിഖമീസി. ഈ കുപ്പായത്തിന്റെ കഥ കേൾക്കണോ നിങ്ങൾക്ക്? റസൂലുള്ള പറയാണ്, ഫഇന്ന നംറൂദ അൽ ജബ്ബാർ, ഏകാധിപതിയായ നമ്രൂദ് ലമ്മാ അൽഖാ ഇബ്രാഹിമ ഫിന്നാരി, ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ നസല അലൈഹി ജിബ്രീലു ബിഖമീസിൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിന്ന് വസ്ത്രം കൊണ്ടു വന്നു. ആര്? മുഖറബായ ജിബ്രീൽ. നല്ലോണം ചിന്തിക്കണം.
സ്വർഗത്തിന് കുപ്പായം കൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ആരെടുത്തേക്ക്? ഈ വലിയ ത്യാഗത്തിന് അള്ളാന്റെ ഭാഗത്തുനിന്ന് സ്വർഗത്തിനുള്ള വസ്ത്രങ്ങളൊക്കെ കിട്ടും, മുഅ്മിനീങ്ങൾക്ക് കിട്ടും. എപ്പോ കിട്ടും? ആ ബോധമല്ലേ അത് കിട്ടണ്ടേ? അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യന്മാരെ ഈ ജാതി ബൾബിന്റെ ഒക്കെ ചൂടും കണ്ട് വിയർത്തിട്ട് നിൽക്കേണ്ട ആവശ്യം? അള്ളാഹു നമുക്ക് തരട്ടെ. അതെവിടെ കിട്ടും? മരിച്ചിട്ട് കിട്ടും. അള്ളാഹു നമുക്ക് തരട്ടെ. എന്നാൽ ചില ത്യാഗങ്ങൾക്ക് ഇവിടെ തന്നെയാണ് കൊടുക്കുക. ഇവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു. ആ കുപ്പായം കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഫഅൽബസഹു ബിഖമീസിൻ മിനൽ ജന്ന. ആ കുപ്പായം കൊണ്ട് ഇബ്രാഹിം നബിയെ പറപ്പിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്ര തലമുറ കഴിഞ്ഞു? ഇബ്രാഹിം നബിയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇബ്രാഹിം നബിക്ക് കിട്ടിയ കുപ്പായത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലമ്മ നമ്രൂദ ഇന്ന നമ്രൂദ അൽ ജബ്ബാറ ലമ്മ അൽഖാ ഇബ്രാഹിമ ഫിന്നാരി നസല അലൈഹി ജിബ്രീലു ബിഖമീസിൻ മിനൽ ജന്ന ഫഅൽബസഹുൽ ഖമീസ വഖഅദ മഅഹു യുഹദ്ദിഥു. ആ കുപ്പായം പിന്നെ ധരിപ്പിച്ചു കൊടുത്തിട്ട് തീയിൽ വർത്താനം പറഞ്ഞിരുന്നു അവർ രണ്ടാളും. ആരൊക്കെ? ജിബ്രീലും ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബിയും. തീയിലെങ്ങനെ ഇബ്രാഹിം നബിയോട് കൂടെ ജിബ്രീൽ ഇരുന്നു. യുഹദ്ദിഥു, വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ കിട്ടിയ കുപ്പായ ഇബ്രാഹിമു ദാലിക്കൽ ഖമീസ ഇസ്ഹാഖ. പിന്നീട് തൗഹീദിന് സമ്മാനമായി തനിക്ക് ലഭിച്ച തൗഹീദിന്റെ അടയാളമായ ഈ കുപ്പായത്തെ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? തന്റെ കൈമാറി ഇസ്ഹാഖ് നബിക്ക് കൊടുത്തു. ഇസ്ഹാഖ് നബി ഈ കുപ്പായം യാക്കൂബ് നബിക്ക് കൊടുത്തു. യൂസുഫ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ എന്റെ കുപ്പായാണ്. ഇതിനു മുമ്പ് ആര് തന്നെയായിരുന്നു? എന്റെ വാപ്പാന്റെ ആയിരുന്നു. ബാപ്പാന്റെ അല്ല വാപ്പാന്റെ വാപ്പാന്റെ ആയിരുന്നു. ബാപ്പാന്റെ വാപ്പാന്റെ അല്ല ബാപ്പാന്റെ വാപ്പാന്റെ ആയിരുന്നു. അങ്ങനെ പൈതൃക അടയാളമാണിത്. ഇവിടെ വളരെ ചിന്തിക്കണം ഈ പറഞ്ഞത്. എന്നിട്ട് നോക്ക്, ആ അടയാളത്തിനെ നോക്ക്. ഇന്ന് ഇതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞ് വിളംബരം ചെയ്യുന്ന ആളുകൾ, അവര് പറഞ്ഞത് ശരിയാ. നമ്മൾക്ക് പേവറ്റിയത്, നമ്മൾ ചില ആളുകൾ പേവറ്റി. അവർ പറയാനുള്ളതൊക്കെ ശരിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊപ്പം പോകുന്ന ആ ത്വരീക്കൊന്നും ഞങ്ങളെ കയ്യിലില്ല. എന്തേ ഉള്ളൂ? ഞങ്ങളെ ബുദ്ധിയും ഞങ്ങളറിവൂ, അതേ ഉള്ളൂ. നിങ്ങൾ നമ്മളൊപ്പം കൂടാണെങ്കിൽ കൂടിക്കോളൂ. ഞങ്ങളെ കയ്യിൽ പുരാതനമായ കാര്യമൊന്നുമില്ല. എന്തേ ഉള്ളൂ? ഞങ്ങളെ ബുദ്ധിയുണ്ട്, ഞങ്ങൾ അറിവുണ്ട്. അതിനിങ്ങനെ പോരുന്നവർക്ക് പോരാൻ നേരത്തെ അഡ്വാൻസ് ജാമ്യം അവരെടുത്തു. എന്നിട്ട് നമ്മളിൽ പോലത്തെ ചില വിഡ്ഢികൾ അതിൽ അഭയം തേടി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ. എന്നിട്ട് യൂസുഫ മുമ്പ് കുട്ടിയായ കാലത്ത് തന്റെ മക്കളെ കൂട്ടത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായ യൂസുഫിന് അലൈഹിസ്സലാം ദാരി ധരിപ്പിച്ചതാണ് യാക്കൂബ് നബി. ഫജഅലഹു ഫീ ഖസബത്തിൻ മിൻ ഫില്ല. എന്നിട്ട് ഈ കുപ്പായത്തെ യാക്കൂബ് യൂസുഫ് നബി എന്ത് ചെയ്തിരുന്നു? ഒരു വെള്ളിയുടെ കൂട്ടിലാക്കിയിരുന്നു. എന്ത് ചെയ്തിരുന്നു? ഒരു വെള്ളിയുടെ കൂട്ടിലാക്കി എന്ത് ചെയ്തിരുന്നു? കഴുത്തിൽ കെട്ടിയിരുന്നു. ആര്? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബിയെ പൊട്ടക്കണത്തിൽ എറിയപ്പെട്ട് എപ്പോഴും ഈ കുപ്പായം തന്റെ കഴുത്തിലുണ്ടായിരുന്നു. ആ കുപ്പായമാണ് ഇത്. അവൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അതും പൈതൃകമാണ്. തൗഹീദ് പൈതൃകം, മനുഷ്യന്റെ ജന്മം പൈതൃകം, മനുഷ്യന്റെ സൊസൈറ്റി പൈതൃകം, പ്രവാചകന്മാരുടെ സന്ദേശവും പൈതൃകവും പാരമ്പര്യവും ഒരൊറ്റ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അവർ വന്നു. ഇസ്ലാമിക അസ്തിത്വം മുഴുവനും അങ്ങനെ പൈതൃകം കൊണ്ട് കൽപ്പന, പൈതൃകം കൊണ്ട് ഈ ഉമ്മത്തിലും കൽപ്പന. പൈതൃകമായി ലഭിച്ചത് തർക്കം തീർത്തു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴും പൈതൃകമായി ലഭിച്ച വസ്തുക്കൾ മുസ്ലിം ഉമ്മത്തിന്റെ തർക്കം തീർത്തു. ഞാൻ പറഞ്ഞില്ലേ താബൂത്തിന്റെ കഥ എന്ന്. മാത്രമല്ല പൈതൃകമായി ലഭിച്ചത് തൗഹീദിന്റെ അസ്തിത്വം. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്തയച്ച വസ്ത്രം വരെ തൗഹീദിന്റെ പൈതൃകമായി ലഭിച്ചതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇനി നോക്കൂ നിങ്ങൾ. ചുരുക്കത്തിൽ എല്ലാരെ കഴുത്തിലുണ്ടായിരുന്നത് എന്ത് മാലയാണ്? പാരമ്പര്യത്തിന്റെ മാല തന്നെയാണ്. കഴുത്തിന് മാത്രല്ല, ബീജം വരെ എന്താണ്? കുല്ലു മൗലൂദിൻ
യൂലദു അലൽ ഫിത്ര ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. ലാ തബ്ദീൽ. ആ ആയത്ത് ഒന്നും കൂടി നോക്കൂ. ആ ആയത്ത് ഒന്നും കൂടി നിങ്ങൾ നോക്കൂ. ആയത്ത് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലികദ്ദീനുൽ ഖയ്യിം. അല്ലാഹു ആണ് പറയുന്നത്, നിന്നെ മൊത്തം ജനതകളുടെ കഴിഞ്ഞ കാലഘട്ടത്തെ നന്മയോട് ചേർത്താണ് അല്ലാഹു നിന്നെ പടച്ചത്. ആ പഴയ കാലത്തെ നന്മയിലേക്കും പാരമ്പര്യത്തിന്റെ അസ്തിത്വത്തിലേക്കും നീ മടങ്ങിപ്പോകണം. അതാണ് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. നോക്ക്, ജമാഅത്തെ ഇസ്ലാമി 50ാം വാർഷിക പതിപ്പ് പ്രബോധനം പേജ് 88. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉദ്ഘാടന വേള, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ വേള ഏതായിരുന്നു എന്ന് വിശദീകരിക്കുകയാണ്. പ്രബോധനം 50ാം വാർഷിക പതിപ്പ് പേജ് 88. എന്താ പറയണത്? മൗദൂദി സാഹിബ് ഒന്നാമതായി എഴുന്നേറ്റ് നിന്നു. ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ എന്റെ വിശ്വാസം പുതുക്കി ജമാഅത്തെ ഇസ്ലാമിയിൽ ചേർന്നിരിക്കുന്നു. ഇതുവരെ ഞാൻ ഇസ്ലാമിലായിരുന്നു, ഇന്നു മുതൽ ഞാൻ തിരിഞ്ഞില്ല. അത് തിരിയണം, അതവിടെ തിരിയേണ്ട വാക്കാ, നല്ല രസമുള്ള വാക്കാ. മൗദൂദ് സാഹിബ് ഇവരിറക്കിയതാ. മൗദൂദ് സാഹിബ് ഒന്നാമതായി എഴുന്നേറ്റ് നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി, ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന് എന്റെ വിശ്വാസം പുതുക്കി ജമാഅത്തെ ഇസ്ലാമിയിൽ ചേർന്നിരിക്കുന്നു. മനസ്സിലായില്ല? അപ്പൊ മുഗായറത്ത മനസ്സിലായില്ല. ഇസ്ലാം വേറെ, ചേർന്നവന് പിന്നെ ചേരണം. പെങ്ങൾ ആരെങ്കിലും ഇനി സമസ്തി ചേരണം. മനുഷ്യന്മാരെ നിങ്ങൾ സമസ്തി ചേരണം. ഇനി സമസ്തി ചേരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിഡ്ഢിത്തരണം. കാരണം നിങ്ങളൊക്കെ ആരെന്നെയാണ്, ചേർന്നാണ് എന്തിനാ പിന്നെ ചേരണത്? അപ്പൊ ഞാൻ ഇതുവരെ മുസ്ലിം ആയിരുന്നു, ഇനി മുതൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയാണ്. നോക്ക്, ജമാഅത്തെ ഇസ്ലാമി 50ാം വാർഷിക പതിപ്പ് പ്രബോധനം പേജ് 88. അവിടെ വെള്ളിമാട് കുന്നിൽ ഓഫീസ് ഉണ്ട്, അവിടെ പോയി അന്വേഷിക്കും, കിട്ടും. വലിയ തട്ടിശ്ശേരി പുസ്തകം. ജമാഅത്തെ ഇസ്ലാമി 50ാം വാർഷിക പതിപ്പ് പ്രബോധനം പേജ് 88. ഇനി കേട്ടോളൂ. ജമാഅത്തെ ഇസ്ലാമി ലഘു പരിചയം പേജ് 95. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്താ പറയണത്? ആമുഖ പ്രസംഗ മധ്യേ മൗദൂദി ഇങ്ങനെ പറഞ്ഞു. ആമുഖ പ്രസംഗ മധ്യേ, ജമാഅത്തെ ഇസ്ലാമിന്റെ ഉദ്ഘാടന വേളയാണ്. മൗദൂദി സാഹിബ് ഇങ്ങനെ പറഞ്ഞു, പാരമ്പര്യമായി എനിക്കു കിട്ടിയ ഇസ്ലാം എന്ന മാലയെ ഞാനിതാ എന്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെറിയുന്നു. ഞാനിതാ ഇന്ന് മുതൽ പുതിയ മുസ്ലിമായിരിക്കുന്നു. ഞാനും ഒരു കാലത്ത് പാരമ്പര്യവാദിയായിരുന്നു, ജാതീയ മതത്തിന്റെ ഒരനുയായി. കാര്യം മനസ്സിലാക്കാൻ തുടങ്ങിയതോടെ അത്തരമൊരവസ്ഥ അർത്ഥശൂന്യമാണെന്ന് എനിക്ക് ബോധ്യമായി. മനസ്സിലായില്ല? പാരമ്പര്യമായി എനിക്കു ലഭിച്ച ഇസ്ലാം എന്ന മാലയെ ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു. ആരാ പറഞ്ഞത്? മൗദൂദ് സാഹിബ്. ആരാ ഇത് എഴുതിയത്? സാക്ഷാൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. IPH പ്രസിദ്ധീകരണം ഇവിടെ ഉണ്ട്. IPH പ്രസിദ്ധീകരണം നിങ്ങൾ ചിന്തിക്കണം. പേജ് 95 നിങ്ങൾ ചിന്തിക്കണം. ലോക ചരിത്രത്തിൽ അള്ളാഹു മനുഷ്യനെ ഒരേ പാരമ്പര്യത്തിൽ പടച്ചു, മനുഷ്യനെ ഒരേ സൊസൈറ്റിയാക്കി. അവിടുന്ന് മാറിയപ്പോൾ ആരെ പറഞ്ഞയച്ചു? വീണ്ടും ആ പൈതൃകത്തിലേക്ക് കയറാൻ ആരെ പറഞ്ഞയച്ചു? പ്രവാചകന്മാരെ. അതിന് അടയാളമായി അതാത് കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് അല്ലാഹു വിവിധങ്ങളായ സന്ദേശങ്ങൾ നൽകിയെങ്കിലും അസ്തിത്വം ഒന്നാക്കി. വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും. അടയാളങ്ങൾ കൊടുത്തതും ഒന്ന്, ഒരേ പൈതൃകത്തിൽ കൊണ്ടുപോയി ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. ഇയാള് പറയുന്നു, എന്ത്? ഞാൻ പൈതൃകമായി എനിക്ക് ലഭിച്ച ഇസ്ലാം എന്ന മാലയെ അങ്ങനെ തന്നെ പാരമ്പര്യമായി നോക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാറുണ്ട് പുതിയ ആധുനിക ജമാഅത്തുകാർ. നിർവാഹമില്ല. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉറുദു അല്ല, ഉറുദു ആണെങ്കിൽ ഞങ്ങൾക്ക് അറിഞ്ഞില്ല, അങ്ങനെ അർത്ഥം അങ്ങനെയാണെന്നൊക്കെ പറയാം. പച്ച മലയാളം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയിരിക്കുന്നു. ആമുഖ പ്രസംഗ മധ്യേ എണീറ്റ് നിന്ന് ആദ്യത്തെ നേതാവ് അബുൽ അലാ മൗദൂദി ഇങ്ങനെ പറഞ്ഞു, പാരമ്പര്യമായി എനിക്കു കിട്ടിയ ഇസ്ലാം എന്ന മാലയെ ഞാനിതാ എന്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. പാരമ്പര്യമായി തനിക്ക് കിട്ടിയത് മാലയാക്കി കെട്ടി ആര്? യൂസുഫ് നബി. ഇവൻ എന്ത് ചെയ്തു?
അവരെ പിന്നാലെ പോയാൽ ദീൻ പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊന്നും വെറുതെ ഇല്ല, ഇതൊക്കെ അസ്ലി ദീനാണ്. നല്ല പോലെ മനസ്സിലാക്കുക. ഇവൻ ആ മാലയെ ബഹുമാനപ്പെട്ട മഹാന്മാർ അത് മാലയാക്കി. എന്നാൽ ഇവൻ ആ മാലയെ പൊട്ടിച്ചെറിഞ്ഞു. ഞാനിതാ ഇന്ന് മുതൽ പുതിയ മുസ്ലിമായിരിക്കുന്നു, ഞാന് അഥവാ കുഫ്രിയത്തിന് ഇസ്ലാമിലേക്ക് വന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഇവന്റെ കയ്യിൽ നേരത്തെ എന്ത് പുതിയ മുസ്ലിം ആകൽ എങ്ങനെയാ? അതെ, പുതു മുസ്ലിം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരിക. അപ്പോ ലോകത്തുള്ള മറ്റുള്ള മതങ്ങൾ, പാരമ്പര്യമായ മതങ്ങളൊക്കെ, പാരമ്പര്യമായ മതത്തിന്റെ സ്വഭാവവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളുടെ അവസ്ഥയും അസ്ലി കുഫ്രിയത്തിന്റെ അവസ്ഥയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കും. ആ ബേസിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. നല്ല അതിന്റെ കയ്യിൽ ആളുകൾക്ക് നാശം മാത്രമേ ഉണ്ടാവൂ. അതും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ പൈതൃകത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ആര് മാറിയോ അവരൊക്കെ സമുദായം തള്ളി. ഇബ്നു തൈമിയ്യ, എന്താ ഇബ്നു തൈമിയ്യ തള്ളിയത്? ഇബ്നു തൈമിയ്യ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അദ്ദുററുൽ കാമിനയിൽ ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറഞ്ഞു, വലം യഖുൽ ആഖിലുൻ ഖബ്ലഹു, അയാളുടെ മുമ്പ് ബുദ്ധിയുള്ള ഒരാൾ പോലും ഈ വാക്ക് പറഞ്ഞിട്ടില്ല. വലം യഖുൽ ആഖിലുൻ ഖബ്ലഹു, അയാളെ മുമ്പ് ബുദ്ധിയുള്ള ഒരാൾ പോലും പറയാത്ത ഒരു വാദം അയാൾ പറഞ്ഞു. വമിൻഹും മൻ യൻസിബുഹു ഇല സന്ദഖ, ചില പണ്ഡിതന്മാർ അയാൾ നിരീശ്വരവാദിയാണെന്ന് പോലും ആ കാലത്ത് ഫത്വ കൊടുത്തു. വമിൻഹും മൻ യൻസിബുഹു ഇല സന്ദഖ ലിഅന്നഹു അവ്വലു മൻ ഖാല ലാ യുസ്തഗാസ് ബിറസൂലില്ലാഹ് വലം യഖുൽ ആഖിലുൻ ഖബ്ലഹു. അദ്ദുററുൽ കാമിന ഹാഫിൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. നല്ലോണം ചിന്തിക്കുക. എന്തേ അവരൊക്കെ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തു പോയത്? എന്തേ അവർ പോകാൻ കാരണം? അവരൊക്കെ ലോക ചരിത്രത്തിൽ തൗഹീദിനും ദീനിനും പഴയ കാലത്ത് ആദം നബി മുതൽ ഇക്കാലം വരെ വരാത്ത വ്യാഖ്യാനങ്ങൾ പുതിയതായി ചമച്ചു ചേർത്തവരാണ്. അതന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് പറ്റിയത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പ അബ്ദുൽ വഹാബ് ഹുറൈമയിലെ ഖാദിയായിരുന്നു. അബ്ദുൽ വഹാബ് സ്വന്തം മകനെ വിളിച്ചുപദേശിച്ചു, നന്നായില്ല. അവസാനം ഇഖ്തഫാ അൻ വലദിഹി, സ്വന്തം മകനെ ഒഴിവാക്കിയിട്ട് ഒളിവിൽ താമസിച്ചു. കഴിവും പ്രാപ്തിയും ഒക്കെ ആർക്കായിരുന്നു? രാജാധികാരമൊക്കെ ആർക്കായിരുന്നു? മകനായിരുന്നു. മകനെ ഒഴിവാക്കി പോയി താമസിച്ചു. ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഉസ്താദാണ് ഷെയ്ഖ് സുലൈമാനിൽ ഖുർദി. അദ്ദേഹത്തിന്റെ ഫത്വ ഇപ്പോഴും ഫതാവൽ ഖുർദിയയിലുണ്ട്. എന്താ പറയുന്നത്? ഞാൻ അവനെ ഒഴിവാക്കി, അവൻ എന്നെ ഒഴിവാക്കി. തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ അസ്ല് തന്നെയാണ് വഹാബിസത്തിന്റെയും അസ്ല് തന്നെ. നോക്കൂ നിങ്ങൾ, ഏത് കാര്യം ലോക ചരിത്രത്തിൽ ഇബാദത്തിന് ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ലോക ചരിത്രത്തിൽ ഇബാദത്തിന് ഇക്കാലം വരെ പറഞ്ഞ അർത്ഥം പറഞ്ഞില്ലേ? പാരമ്പര്യമായി മുസ്ലിം ഉമ്മത്ത് 10,000-കണക്കായ കൊല്ലങ്ങളായി വെച്ച അർത്ഥമാണ് ആ അർത്ഥം മാറ്റി ആര് റഷീദുർ അതാണ്. എന്നാ കാലത്തെ പണ്ഡിതന്മാർ പാട്ട് പാടിയിരുന്നു എന്നാ ചരിത്രം. മനസ്സിലായില്ല? തിരിഞ്ഞില്ല. ഇൽമ വളരെ കുറവാ. റഷീദ് ഉണ്ടല്ലോ, ദുൽമനാരി, മനാറുകാരൻ. തഫ്സീറുൽ മനാറിന്റെ വക്താവായ ആര്? റഷീദ്. അവൻ ഈ ഉമ്മത്തിന് ഒരുപാട് ഷർറുണ്ടാക്കി കൊടുത്ത ആളാണ്. ആര്? എന്റെ പൈതൃകമായി ലഭിച്ച ഇബാദത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ മാറ്റിയവനാണ്. ആര്? എവിടുന്ന് പൈതൃകത്തെ വലിച്ചെറിഞ്ഞോ അവൻ ദീനിന്റെ അസ്തിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരൊറ്റ ആയത്തിനെ സാന്ദർഭികമായി ഒന്നാണ് കാണിച്ചിട്ട് അവസാനിപ്പിക്കുക. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. എവിടെ ആയത്ത്? ആല ഇമ്രാന്റെ 103.
സൂറത്ത് ആലി ഇംറാൻ 103. ഒന്ന് ഓതി നോക്കി എൻ്റെ കൂടെ, എല്ലാവർക്കും കിട്ടുന്ന ആയത്താണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. അല്ലാഹു പറയുന്നു വഅതസിമൂ ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ കയറിൽ നിങ്ങൾ പിടിക്കണം. കുട്ടികളെ, ഞാനിപ്പോൾ ഈ പറഞ്ഞതുമായി ഈ വിഷയത്തിന് വലിയ ബന്ധമുണ്ട്. എന്താ ഇപ്പം നമ്മൾ കാണിച്ചത്? ആകെ ലോകത്ത് ഒരു ചരട, മനസ്സിലായില്ല, ഒരു റബ്ബ്, ഒരു ഫിത്രത്ത്, ഒരു ഉമ്മത്ത്, ഒരു മുദ്രാവാക്യം. ഉറങ്ങിയോ? ഒക്കെ അവിടുക്ക ഒറ്റ പോക്ക. അന്ന ഹാദാ സിറാത്തി ഫത്തബിഉഹു വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി. ഇനി നിങ്ങൾ ഈ ആയത്തും കൂടി ചേർക്കുക. ഏത്? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ. നോക്കിങ്ങൾ, നാട്ടിലുള്ള ആളുകളോടൊക്കെ എല്ലാ കീരിയോടും പാമ്പിനോടും ഐക്യത്തിലാകാൻ വേണ്ടി നമ്മൾ ഓതുന്ന ഒരു ആയത്താണ് ഇത്. പക്ഷെ ഒരു കാര്യമുള്ളൂ, അള്ളാന്റെ ഹബിലിൽ പിടിച്ചവനോടെ ഇവിടെ ഐക്യത്തിലാകേണ്ടതുള്ളൂ. തിരിഞ്ഞില്ല. എന്താ ഇവിടെ പറഞ്ഞത്? വഅതസിമൂ, എല്ലാ വിദ്യകളോടും ആണോ? ഇല്ല, ആരോടേ ഉള്ളൂ? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ, എല്ലാരോടും ആ കയറുമ പിടിച്ചിക്കാൻ കൽപ്പന ഉണ്ട്. ആ കയറുമ നിൽക്കണോരോടെ വേറുള്ളവർക്ക് ബന്ധമുള്ളൂ. ആ ബന്ധാണ് ഇപ്പൊ നമ്മൾ ഇബ്രാഹിം നബിയുടെ വസ്ത്രത്തിലൂടെയും മൂസ നബിയുടെ വടിയിലൂടെയും താബൂത്തിലൂടെയും ഒക്കെ നമ്മൾ കണ്ടത്. ഒറ്റ ഒരു റോള ഒന്നാണത്. ഒരു പോക്കിന് ഇങ്ങനെ പോവുക. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ. ദുനിയാവിലുള്ളവരോട് മുഴുവനും കൂടി ഐക്യത്തിലാണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള ഐക്യത്തിനൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടും ഇല്ല. അതൊക്കെ ചില ഭംഗ്യന്തരേണ പറയപ്പെട്ട പ്രസംഗത്തിന്റെ മേളക്കൊഴുപ്പുകൾ മാത്രമാണ്. എന്ത് വേണം അസിലെ? വഅതസിമൂ. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടോ? നിങ്ങൾ വല്ലാത്ത പൊതു ഐക്യത്തിന്റെ ആളുകളാണോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെയാ പറഞ്ഞത്. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ. ഈ ആയത്തിന് ഇമാം റാസി തങ്ങൾ തന്നെ പറയട്ടെ തഫ്സീർ റളിയല്ലാഹു അൻഹു. കുറേ തഫ്സീർ നമ്മൾ ഉദ്ധരിച്ചല്ലോ. ഈ തഫ്സീറും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്ക്. വഅലം അന്നഹു തആല വളരെ വിശദമായി പറയുന്നുണ്ട് അവിടെ. ആ ഭാഗമൊക്കെ എടുത്തു നോക്കൂ. എത്രയാ പറഞ്ഞ നമ്പർ? ആലി ഇംറാൻ 103. വഅലം അന്നഹു തആല ലമ്മാ അമറഹും ബിൽ ഇത്തിഖാഇ അനിൽ മഹ്ദൂറാത്തി അമറഹും ബിത്തമസ്സുക് ബിൽ ഇഅ്തിസാമി ബിമാ ഹുവ കൽ അസ്ലി ലിജമീഇൽ ഖൈറാത്തി വത്തആത്ത്. എല്ലാ മഹ്ദൂറാത്ത്, വിരോധിക്കപ്പെടേണ്ട ഭയപ്പെടേണ്ട എല്ലാ നിരോധങ്ങളെ തൊട്ടും മാറി സൂക്ഷിക്കാനും അള്ളാഹു മനുഷ്യരോട് കൽപ്പിച്ചതോട് പോലെ തന്നെ അമറഹും ബിത്തമസ്സുകി ബിൽ ഇഅ്തിസാമി, പിടിച്ചിക്കാനും കൽപ്പിച്ചു. എന്തിനോട്? ബിമാ ഹുവ കൽ അസ്ലി ലിജമീഇൽ ഖൈറാത്തി, എല്ലാ ഖൈറിനും അസ്ലായ ഒരു കാര്യത്തിൽ. മനസ്സിലായില്ല? ഖൈർ ചെയ്താൽ പോരാ, എന്തുകൊണ്ട് ചെയ്യണം? ആ ഖൈറിന്റെ അസ്ലുമേൽ. മനസ്സിലായില്ല? ഉറങ്ങുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലായില്ല? ആരെ പോലെ പോരാ? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ആരെ പോലെ പോരാ. യഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഉറങ്ങരുതെന്നാ മനസ്സിലായത്. ആരെ പോലെ പോരാ? തബ്ലീഗ് ജമാഅത്തിനെ പോലെ പോരാ. ഖൈർ ചെയ്താ പോരാ. എന്ത് വേണം? التمسك بالاعتصام أمرهم بالتمسك بالاعتصام بما هو كالأصل لجميع الخيرات. جميع الخيرات نديم أصل مل പിടിച്ചു നിൽക്കുകയും വേണം. وهو الاعتصام بحبل الله. പിടിച്ചു നിൽക്കൽ അല്ലാഹുവിന്റെ കയർമൽ പിടിച്ചു നിൽക്കലാ. വഅലം എന്നിട്ട് പറയാ, നീ മനസ്സിലാക്കിക്കോ. അന്ന കുല്ലമൻ യംശി അലാ ത്വരീഖിൻ ദഖീഖിൻ, ഒരു നേർമയായ മാർഗത്തിലൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ ഓന്റെ കാല് ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറയാൻ, നമ്മുടെ ഈ
തോടിനൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു എന്ത്, ജനകീയാസൂത്രണം വന്നപ്പോഴാണല്ലോ മനുഷ്യന്മാര് പിന്നെ എല്ലാ ഊടുവയ്ക്കും പാലം കെട്ടിയത്. അതിന് മുമ്പൊക്കെ എന്ത് ചെയ്യും, കഴിഞ്ഞിട ഒരു കഴിഞ്ഞിങ്ങനെ ഇടും. ആ കൈമ കൂടെ ഒറ്റയ്ക്ക് എല്ലാവർക്കും കൂടി നടക്കാൻ ചില അഭ്യാസികളുണ്ടാവും. എല്ലാവർക്കും കൂടി പൊതുവായി എല്ലാവർക്കും ഒറ്റയ്ക്ക് നടക്കാൻ കഴിയൂല. അപ്പൊ അതിന്റെ മേലൊക്കെ എന്ത് ചെയ്യും, ഒരു നൂല്, ഒരു ചരട്, ഒരു പാലം, ഇങ്ങേ കരമ്മല ഒരു ആചാര്യ കാക്കാന്റെ ഉങ്ങുമെന്ന് മറ്റേ ഭാഗത്തെ ആചാര്യ കാക്കാന്റെ കൗമിലേക്ക് എന്ത് ചെയ്യും, ഒരു കയറ് ഇങ്ങനെ കിട്ടും. ദാ അന്ന കുല്ലമൻ യംശി അലാ ത്വരീഖിൻ ദഖീഖിൻ, നേർമയായ മാർഗത്തിലൂടെ ഒരാൾ സഞ്ചരിക്കുകയാണെങ്കിൽ യഖാഫു അൻ തസ്ലഖ റിജ്ലുഹു, കാൽ ഇടറി പോകണ പേടിക്കണം. ഫഇദാ തമസ്സക ബിഹബിലിൻ, ഫഇദാ തമസ്സക ബിഹബിലിൻ, ഒരു കയറുമ പിടിച്ചിരിക്കുകയാണെങ്കിൽ മസ്ദൂദിൻ ബിജാനിബൈ ദാലിക ത്വരീഖ്, ആ വഴിന്റെ ഇപ്പുറത്തും അപ്പുറത്തും കെട്ടിയ ആലമുൽ അർവാഹിനോടും ആലമുൽ ആഖിറത്തിനോടും ബന്ധമുള്ള, ഞാൻ തോട്ടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആലമുൽ അർവാഹിന്റെയും ആലമുൽ ആഖിറയുടെയും ഇടയിലുള്ള ഒരു വഹദത്തിലൂടെയാണ് നമ്മൾ ഈ പോണത്. ഇവിടുന്ന് രണ്ടു ഭാഗത്തേക്കും കൂട്ടിക്കെട്ടിയ ഒരു കയറും ഒരാൾ പിടിച്ചാൽ അമിന മിനൽ ഖൗഫി, ആ പേടിയെ തൊട്ട് അവൻ നിർഭയനാകും. വലാ ശക്ക അന്ന ത്വരീഖൽ ഹഖ് ത്വരീഖുൻ ദഖീഖുൻ, സത്യത്തിന്റെ മാർഗം വളരെ നേർമയായ മാർഗമാണ്. വഖദിൻ സലക റിജ്ലുൽ കസീരി മിനൽ ഖൽഖി അൻഹു, പല ആളുകളുടെയും കാല് അതിനെ തൊട്ട് എടറിപ്പോയിട്ടുണ്ട്. ഫമൻ യതസമ ബിദലീലില്ലാഹി വബയ്യിനാതിഹി യഉമനു മിൻ ദാലികൽ ഖൗഫി فكان المراد من الحبل ها هنا كل شيء يمكن التوصل الى الحق, സത്യത്തിലേക്ക് എത്തിച്ചേരാവുന്ന മാർഗമായ കാര്യത്തിന് ഇവിടെ കയർ എന്ന് പറയും. വഹുവ ഫീ ത്വരീഖ് ദീൻ വഹുവ അൻവാഉൻ കസീറ, ഈ കയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാ. ഖീല അൽ അഹ്ദു, അല്ലാഹുമായി നേരത്തെ ആഖിറത്തിൽ ആലമുൽ അർവാഹിൽ ചെയ്ത കരാറാണ് ഈ കയർ എന്നൊരു അഭിപ്രായം. വഖീല അൽ ഖുർആൻ, വേറെ അഭിപ്രായം. വഖീല ത്വഅത്തുല്ലാ, അല്ലാഹ് കൊയ്പ്പെടുന്നതാണ് വേറെ അഭിപ്രായം. വഖീല അൽ ജമാഅ, അൽ ജമാഅ, ആ ആദ്യ കാലം മുതൽ അവസാനം കാലം വരെ തുടർന്നു വരുന്ന ആ ഉന്നതമായ മുൻഗാമികളോട് ബന്ധമുള്ള സംഘം, ഒറ്റ സംഘം, കാലം വ്യത്യാസമാണെന്നുള്ളൂ. ലോക മുസ്ലിമീങ്ങൾ ഒരു സംഘവും പല കാലത്തായി വന്നേ ഉള്ളൂ. മൊത്തം നോക്കിയാൽ തൗഹീദിൽ ആദം നബിയും നമ്മളൊക്കെ എന്തെന്നെയാണ്, ഒറ്റ സംഘം. അങ്ങനെ വഹാദിൽ അഖ്വാലു കുല്ലുഹാ മുതഖാരിബ, പലരും പല കൗലും പറഞ്ഞു ഇതൊക്കെ ഒന്ന് തന്നെയാണ്. വതഹഖീഖു മാ ദക്കർന അന്നഹു ലമ്മാ കാന നാസിലു ഫിൽ ബിരി, ഒരു കിണറ്റിൽ വീണോൻ യതസിമു ബിഹബലിൻ, ഒരു കയർമ പിടിച്ച് ഇറങ്ങിയാൽ തഹറുസൻ മിനസ് സുഖൂതി ഫിയാ, പാടെ അതിനെ തൊട്ട് അവൻ ചാടാതിരിക്കും, സൂക്ഷിക്കാം. വകാന കിതാബുല്ലാഹി വഅഹ്ദുഹു വദീനുഹു വതഅതുഹു വമുവാഫഖതു ലിജമാഅത്തിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ സംഘത്തോട് യോജിച്ച് നിൽക്കലും എല്ലാം ഹിർസൻ ലിസ്വാഹിബിഹി മിനസ് സുഖൂതി ഫീ ഖഅരി ജഹന്നമ, നരകത്തിന്റെ കുഴിയിൽ വീഴാതിരിക്കാനുള്ള മാർഗമാണ്. മനസ്സിലായില്ല? ഖുർആനും എല്ലാത്തിലും പിടിക്കണോടുകൂടെ എന്തുമേലും പിടിക്കുക. മുസ്ലിം ഉമ്മത്തിന്റെ ആ ഉന്നതമായ പഴയ കാലത്തെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ആ സംഘത്തിലും കൂടി നിൽക്കുക. എന്നാൽ ജഅല ദാലിക ഹബ്ലൻ ലില്ലാഹി വഉമിറു ബിൽ ഇഅ്തിസാമി ബിഹി സുമ്മ ഖാല, പിന്നെ അല്ലാഹു പറഞ്ഞു വലാ തഫറഖു, വലാ തഫറഖു. ജമാഅത്ത് എന്ന വാക്കിന്, ഇസ്ലാമിക ഉമ്മത്തിന്റെ സംഘം എന്ന വാക്കിന് ഇവിടെ വളരെ പ്രാധാന്യമുള്ള അർത്ഥമാണത്. എന്തുകൊണ്ട്? പിന്നെ പറഞ്ഞ വാക്ക് എന്താ? വലാ തഫറഖു, നിങ്ങൾ വിഭിന്ന പാർട്ടികളായി തീരരുത്. വഅലം അന്നഹു റുവിയ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സതഫ്തരിഖു. നോക്കി ഈ ആയത്ത് മനസ്സിലാക്കണേ. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട റാസി തങ്ങൾ പറയാണ്, ഇവിടെ വലാ തഫറഖു എന്ന് പറഞ്ഞത് ബിദ്അത്തിലേക്കുള്ള സൂചനയാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം എന്നാണ് എന്തിന്റെ അർത്ഥം? വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. നോക്കൂ, വഖദ് ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ വലാ തഫറഖു ബിഹബിലില്ലാഹി വലാ തഫറഖു എന്ന് പറഞ്ഞു. അപ്പൊ ഹബിലിന് അർത്ഥം എന്തെന്നെയാണ്? പ്രധാനം ജമാഅത്ത്. എന്തുകൊണ്ട് പിന്നെ പറഞ്ഞ എന്താ? വലാ തഫറഖുന. അതുകൊണ്ട് വഖദ് റുവിയ അൻ റസൂലില്ലാഹി സതഫ്തരിഖു ഉമ്മത്തി അലാ നൈഫിൻ വസബഈന മില്ല, 70 ചില്ലാനം മരങ്ങളായി എന്റെ മതം മാറും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ. ഖാലു വമാ ഹിയ യാ റസൂലല്ലാഹ് ഖാല അൽ ജമാഅ, അത് ജമാഅത്താണ്, ഉന്നതമായ സംഘത്തോട് ചേർന്ന പാർട്ടിയാണ് അല്ലാഹു റസൂൽ പറഞ്ഞു. വേറൊരിക്കൽ പറഞ്ഞു അസ്സവാദുൽ അഅലമു, മഹാഭൂരിപക്ഷ വിഭാഗമാകുന്നു എന്ന്. വേറൊരിക്കൽ പറഞ്ഞു മാ അന അലൈഹി വഅസ്ഹാബി,
എല്ലാം ഒന്നാണ്. അതുകൊണ്ട് വൽ വജ്ഹുൽ മഅഖൂലു ഫീഹി അന്ന അൻ-നഹ്യ അനിൽ ഇഖ്തിലാഫി വൽ അംറ ബിൽ ഇത്തിഫാഖി يدل على أن الحق لا يكون إلا واحدا وإذا كان كذلك كان الناجي واحدا. ഒരു സംഘത്തോട്, അടിസ്ഥാനപരമായ സംഘത്തോട് ചേർന്ന് നിൽക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടൂ എന്നാണ് ആ വാക്കിന്റെ താല്പര്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇത് കേവലം ഷാഫി ഇമാമും ഹനഫി ഇമാമും തമ്മിലുള്ള തർക്കം പോലെയല്ല. ആ തർക്കമല്ല. ആ തർക്കമൊക്കെ സ്വഹാബത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് ഫുറൂഇയായ തർക്കമാണ്. എന്നാൽ ഈ തർക്കം മുബ്തദിഈങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ അഹ്ലുകാരുള്ള തർക്കം കേവലമുള്ള തർക്കമല്ല. എന്തുകൊണ്ട്? അസ്ലിൽ പേച്ച തർക്കമാണ്. ഒന്നിരിക്കൽ അവർ നരകത്ത് പോവും, അല്ലെങ്കിൽ നമ്മൾ നരകത്ത് പോവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ അങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് അവരെ വീക്ഷണത്തിൽ ഏതൊരു കാര്യം ശിർക്കാണോ ആ കാര്യമാണ് നമുക്ക് തൗഹീദ്. ഇത് കേവലമുള്ള ഉളൂന്റെ മസ്അലയല്ല. ഇത് ഉളൂന്റെ മസ്അലയല്ല. ഇത് കേവലം പാർട്ടി മാറും പോലെയല്ല. നമ്മൾ ചില ആളുകളൊക്കെ വിഭിന്നങ്ങളായ 70 ചില്ലാനം പാർട്ടി എന്ന് പറയാറുണ്ട്. പാർട്ടി എന്ന വാക്ക് തന്നെ അവിടെ ഫിറ്റ് അല്ലാണ് മനസ്സിലാവുന്നത്. കാരണം ഫിർഖത്ത് എന്ന വാക്കിനെ മില്ലത്ത് എന്ന വാക്കുകൊണ്ട് തഖ്സീസ് ചെയ്തിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹ്. മില്ലത്തിന്റെ അർത്ഥം അദ്ദീനുന സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല എന്നാ പറഞ്ഞത്. അപ്പൊ എന്റെ മതം 73 മതായി പോകുന്ന അർത്ഥം. കേവല അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ കുല്ലുവും പിന്നാർ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. കാരണം അഭിപ്രായക്കേട് പലരുണ്ട് സ്വഹാബത്തിനിടയിൽ തന്നെ. നിന്ന് മുദ്രിക്കാൻ പാടുണ്ടോ ഇല്ലേ തർക്കണ്ട്. പിന്നെ നായരൊട്ട എത്രോട്ടം കഴുകണം എന്ന കാര്യത്തിൽ തർക്കണ്ട്. പൂച്ചോട്ട കഴുകണോ തർക്കണ്ട്. കിബിലാക്ക് മുന്നിട്ടും മുദ്രിക്കാൻ കാഷ്ടിക്കാൻ പറ്റുമോ ഇല്ലേ തർക്കണ്ട്. എല്ലാ കാര്യവും തർക്കണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവസാന പ്രവാചകനാണ്, അള്ളാഹു ഏകനാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമല്ലാത്ത ഫുറൂഇയായ കാര്യത്തിലൊക്കെ പലതിലും തർക്കണ്ട്. ആരെങ്കിലും റസൂലുള്ളാഹി നിന്ന് മൂത്രിച്ചു നിന്നോട് വന്ന് പറഞ്ഞാല് അവന്റെ പെരടിയാനാണ് വിട്ടുന്നാണ് ആര് പറഞ്ഞത്? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, റഅയ്തു ബി ഐനയ്യ, ഞാന് കണ്ടതാണ്. നിങ്ങൾ ആയിഷാ ബീവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പോയി പറയണ്ട. നിങ്ങൾ കുടുങ്ങിയാല് മനസ്സിലായില്ല പറഞ്ഞത്. നിന്ന് മൂത്രിക്കാൻ തെളിവല്ല, കുടുങ്ങിയാലൊക്കെ ചെയ്യാ. ഞാൻ കണ്ടിട്ടുണ്ട്. തർക്കാണ്. മനിയ താഹിറാണോ നേസാണോ തർക്കാണ്. ആയിഷാ ബീവി പറയുന്നത് താഹിറാണ്. ഞാൻ അങ്ങനെ ചുരണ്ടി കൊടുക്കും, വസ്ത്രത്തിന് മേലുണ്ടാവും കട്ടി പിടിച്ചിട്ട് മനീയ കിടക്കണം. ഞാൻ അങ്ങനെ ചുരണ്ടിട്ട് ഇങ്ങനെ നോക്കും, ആട് വസ്ത്രം കൊടുക്കും. യുസല്ലി ആയി പോയിട്ട് എന്താവും ചെയ്യും? നിസ്കരിക്കും. വേറെ ചില സഹാബികൾ പറഞ്ഞ നേസാണ്, അത് തഗയ്യുറുദ്ധമാണ്, രക്തം തരം പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തല്ലേ നേസല്ല, തർക്കാണ്. എന്നാൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ പറയുന്ന അഭിപ്രായ ഭിന്നത ഫുറൂഇയായ അഭിപ്രായ ഭിന്നത അല്ല. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, 70 ചില്ലാനം മില്ലത്തുകളായി, മതങ്ങളായി മാറും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തൗഹീദ് ബഹുമാനപ്പെട്ട ഉലമാ, അംബിയ ഒക്കെ വളരെ പൗരാണികവും വളരെ പാരമ്പര്യവും പൈതൃകവുമായി ഈ ലോകത്ത് സ്ഥാപിച്ച അടിസ്ഥാനപരമായ അസ്തിത്വമാണ്. അതിന് പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ നിർവചനങ്ങളും ആരൊക്കെ കൊണ്ടുവന്നാൽ അവരൊക്കെ പരിശുദ്ധമായ ഹഖിന്റെ ത്വരീഖിൽ നിന്ന് മാറിയവരാണ്. വഹാദിഹി സുബുലുൻ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്വാനുൻ യദ്ഉ ഇലൈഹി. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.